ഇന്ന് ഞാനിവിടെ നെയ്യാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു പൈസയുടെ പോലും ചിലവില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നെയ്യ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാൻ ഒരു മാസത്തെ പാലിൻ്റെ പാട ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം അത് രാവിലെ എടുത്ത് മെൽറ്റാകാനായിട്ട് വെച്ചതിന് ശേഷം അത് മെൽറ്റായി കഴിയുമ്പോൾ അത് കൊണ്ട് നെയ്യ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പാല് വാങ്ങിക്കുന്ന പൈസ മാത്രമേ ഇതിനകത്ത് ചിലവാകത്തുള്ളൂ. അല്ലാതെ നെയ്യ്ക്ക് വേണ്ടി പ്രത്യേകം പൈസ നമുക്ക് ചിലവാക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. പാല് നല്ലവണ്ണം തിളച്ചതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെക്കുക, അടപ്പടയ്ക്കാതെ തന്നെ. അത് കുറച്ച് സമയം കഴിയുമ്പം അതിൻ്റെ പാട കെട്ടിക്കിടക്കും. അത് നമ്മൾ ഓരോ ദിവസം എടുത്ത് ഫ്രീസറിനകത്ത് സൂക്ഷിച്ച് വെക്കുക. അങ്ങനെ കുറേ ആയി കഴിയുമ്പം ഇതുപോലെ എടുത്തിട്ട് ഞാനിതുപോലെ എടുത്ത് അത് മിക്സറിനകത്തൊന്ന് നല്ലവണ്ണം അടിച്ചതിന് ശേഷം ഇനി അത് നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതുപോലെ ഒരു മാസത്തെ പാടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലൊന്ന് നല്ലവണ്ണം അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കിതൊന്ന് നല്ല വെള്ളമൊഴിച്ച് 2-3 പ്രാവശ്യമായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാനിതിവിടെ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ വെള്ളം തെളിഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് ഉരുക്കിയെടുക്കണം. നിങ്ങളിതുപോലെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. നെയ്യ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും നല്ലത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ശുദ്ധമായ നെയ്യ് നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാ ദിവസത്തെ പാടയെടുത്ത് സൂക്ഷിച്ചാൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് ഉരുക്കിയെടുക്കണം. ഞാനതിനായിട്ട് പാനടുപ്പിൽ വെച്ച് അത് പാലിൻ്റെ പാട ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഉരുക്കിയെടുക്കാം. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ഉരുക്കി വരാനായിട്ട്. പിന്നെ ഇതിനകത്ത് ഉരുക്കുന്ന സമയത്ത് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ അല്പം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു. ഇതുപോലെ തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പറ്റും. കുറേയേറെ സമയമെടുക്കും നെയ്യ് ഉരുക്കി വരാൻ. ഇങ്ങനെ തന്നെ വീട്ടിലുണ്ടാക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് പിന്നെയും ഞാൻ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഇത്രയും നെയ്യ് ഉരുക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളും ഉണ്ടാക്കി നോക്കുക.